അയ്യപ്പനാണ് സത്യം. ഞാൻ നിരീശ്വരവാദിയാണ്. ഇല്ലെങ്കിലേ എന്റെ തല പൊട്ടി ധരിക്കും. അതുകൊണ്ട് റെസ്ലിംഗ് പഠിക്കാനുള്ള പെണ്ണുങ്ങളെല്ലാം വരാൻ പറയും. ஊரு வந்து ஊட்டி வந்திருக்கியா? அப்பப்பா സൂപ്പർ ക്ലൈമറ്റ്. സായങ്കാലം ആല നല്ല തൂറൽ വരും. നമ്മുടെ ഇവിടെയൊക്കെ വൈകുന്നേരം അല്ല, രാവിലെയാണ് നീ ഈ പറഞ്ഞ സാധനം. പക്ഷെ അവിടെ പറഞ്ഞത് ചാറ്റൽ മഴയുടെ കാര്യമാണ്. എന്താ പേര്? റിമി. നിനക്ക് പറ്റിയ പേര് റിമി അല്ല, പിന്നെ ക്രിമി. അങ്ങനെ എന്നെ കളിയാക്കുന്ന വേണ്ട. പണ്ടൊരു ഡോക്ടർ എന്നെ കണ്ണു വെച്ചിട്ടുള്ളതാ. ആഹാ, ഇത് വൈപ്പ് കണ്ണാണല്ലേ? കണ്ടാ പറയൂലേ കേട്ടാ. ഇതെന്തോന്നടാ? മരപ്പട്ടിക്ക് ചൊറിയും തവളയിലുണ്ടായ അരിയുണ്ടയാ. എന്തോന്ന് പേര്? പക്ഷെ തവലയുടെ ഷേപ്പ്. ഇതിലേക്ക് വെച്ചാണോ ഞാൻ റെസ്ലിംഗ് പഠിപ്പിക്കേണ്ടത്? സയൻസിലൊന്നും ഒരു കാര്യമില്ല. വലിയ കപ്പൽ മറിക്കാൻ ചെറിയൊരു കൊഞ്ചുപൊടി മതി കേട്ടാ. എന്റെ ഭാഷ നമുക്കാണെങ്കിൽ റെസ്ലിംഗിന്റെ ABCD അറിഞ്ഞൂടാ. അതിലറിയാൻ എന്തിരിക്കുന്നു? ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ അങ്ങ് ചെയ്താൽ മതി. രണ്ടുപേരും പൊസിഷനിൽ വരൂ. ഓക്കെ, വാടി. അയ്യോ, കൊച്ചേത് ചിങ്ങമാസമാണ്, അല്ലാതെ കന്നിമാസമല്ല. ഈശ്വരാ, നാളെ മത്സരത്തിന് പോയി എവളൊക്കെ എന്തു മനമതിക്കുവോ എന്തോ. വളരെ ആവേശകരമായ റെസ്ലിംഗ് മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി ആഫ്രിക്കയിലെ ബ്ലാക്ക് തണ്ടർ കുടുംബശ്രീയുടെ പരിയ. മലയാളി മംഗ കുടുംബശ്രീയെ പ്രതിനിധീകരിച്ചെത്തുന്നു വീണ. ഇടി മത്സരം ആരംഭിക്കാൻ പോവാണ്. നീ ബെൽറ്റ് ഇട്ടിട്ടുണ്ടാ? ഇട്ടിട്ടുണ്ട്. കോവിലിന്ന് പൂജിച്ചു കൊണ്ടുവന്ന രക്ഷ ഇട്ടിട്ടുണ്ടാ? ഇട്ടിട്ടുണ്ട്. വാടി, ഇട്ടിട്ടുണ്ട്. എടി അതല്ല, ഇങ്ങോട്ട് കയറി വരാൻ. അയ്യോ എടി, മണി അടിക്കുന്നത് ഐസ്ക്രീം ആണെന്ന് തോന്നണം. എനിക്കൊരു സേമിയ ഐസ്ക്രീം വാങ്ങിച്ചാടി. കുഞ്ഞന്മാരൊരു ഐസ്ക്രീം. രണ്ടാം ഘട്ട മത്സരം ആരംഭിക്കുന്നു. ഹലോ പറയുമ്പോ ഇടിച്ചാ മതി. അയ്യോ, ഈ ഉണ്ടാൻ പോരി എന്തോന്ന് കാണിക്കുന്നത്? ഹലോ, ഇടിക്കരുത്, അത് ഫൗളാണ്. ഇതാ മറിയ ആൻഡ് വീണ. ആകാശവാണി സംപ്രതി വാർത്താः श्रूयन्तां പ്രവാചകः ബലദേവാനന്ദ സാഗര. അയ്യോ, പെണ്ണിന്റെ റിലേ പോയെന്നാണ് തോന്നുന്നത്. അത് തട്ടിക്കൊടുത്തോന്ന് വെച്ചാ. മഹാഭാവികളെ, നീയൊക്കെ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, ഇല്ലെങ്കിൽ അവളെ നീ ഇടിച്ച് കൊല്ലും. നീ നിന്നെ കളഞ്ഞിട്ട് പോയി നിന്റെ വൃത്തിയായിട്ട മാപ്പിളെ അങ്ങോട്ട് മനസ്സിലാലോചിച്ചാണ്. പൊന്നന്റെ പേര് പറയുമ്പോഴേ എനിക്ക് പേര് വെള്ളി അങ്ങോട്ട് തൊലിച്ച് കയറും. അവനെ നിന്റെ കൈ കിട്ടിയാ നീ വെറുതെ വിടുവോ? ഇടിച്ച അവനെ ഞാൻ നിഞ്ച പരുവാക്കും. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ട് ആരെ കൂടെ പോയെന്ന് നിനക്കറിയാമോ? ആരോടെ ചേച്ചി? ഞാൻ നിക്കണ അവളെ കൂടെ. ഈ ആഫ്രിക്കക്കാരിയുടെ കൂടെ. എടി, എന്റെ മാപ്പിളെ നീ കൂടോത്രം ചെയ്ത് വശത്താക്കൊല്ലടി. നിന്നോ ഞാൻ. ഇപ്പോൾ നടന്ന മത്സരത്തിലെ ഈ റൗണ്ടിലെ വിജയി മുത്താറിൽ നിന്നും മലയാളി മംഗ കുടുംബശ്രീയുടെ വീണ. ഇടിച്ചു മാറ്റിക്കളഞ്ഞു, ഇല്ലെങ്കിൽ കൊന്നേനെ ഞാൻ അവളെ. ഇനി ആര് വന്നാലും ഞാൻ ഇടിച്ചിടും. റെസ്ലിംഗ് അടുത്ത റൗണ്ട് മത്സരം ആരംഭിക്കുന്നു. ഇപ്പോഴത്തെ വിജയി മുത്താരംകുന്ന് വീണയോട് ഏറ്റുമുട്ടാനെത്തുന്നു ജപ്പാനിൽ നിന്നും വരുന്ന ചിയാൻജി പുയാൻജി. വരട്ട് ഇന്ന് പിയാൻജി ഞാൻ ഇടിച്ചെന്ന് മൈലാഞ്ചിയാക്കും. എവിടെ അടിയിൽ കണ്ടപ്പെട്ട പാണ്ടിലോറിയുടെ അടിയിലായ നാരങ്ങ കണക്കാവും ഞാൻ. എന്നെ കൊണ്ടൊന്നും പറ്റൂല ചേച്ചി. നമ്മളെ കുടുംബശ്രീയിലെ വില കളയല്ലേ. നമുക്ക് ഫസ്റ്റ് വാങ്ങണം. നമ്മുടെ അമ്മൂമ്മയുടെ കുടുംബശ്രീ. എന്റെ വിലവിളി ആടിയിട്ട് വേണോ നിനക്ക് ഫസ്റ്റ് ഉണ്ടാക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി, വലിയ കപ്പൽ മറിക്കാൻ ചെറിയ കൊഞ്ചുപൊടി ധാരാളം.